ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ ഒരു ഈദ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഈദിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് 2 ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. പിന്നെ ഞങ്ങൾ പോയിരുന്നത് കോഴിക്കോട് ഫോറക്സ് മാളിലും എക്സിലായിരുന്നു. അവിടെ നിന്നും കിട്ടിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ SM സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ ഈദിൻ്റെ തലേ ദിവസമാണ്. ഞാൻ കുറച്ച് പൂത്തിരി കത്തിച്ച് പിന്നെ കുറച്ച് അധികം പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പൊട്ടിച്ചു. ഇത്രയൊന്നുമല്ല, ഇതിലേറെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നത്തെ പിന്നെ ഇത് പൊട്ടിയത് ഒരു ഗുണ്ടാണ്. പേടിച്ചോടിയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അത്രയ്ക്കും നല്ല സൗണ്ടിൽ പൊട്ടിയിരുന്നു. അപ്പം അതൊക്കെ അതോടെ അവരെ നിർത്തി പായിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരം മെഹന്തി ഇടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു റെഫറൻസിൽ കാണിക്കുന്ന മെഹന്തിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ മെഹന്തി ബാക്ക് ഹാൻഡിൽ മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ എന്നും എൻ്റെ വീട്ടിലേക്ക് എല്ലാ ഈദിനും മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വരാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഈദിന് ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടി വേറെ ഏതോ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ബാക്ക് ഹാൻഡിലും ഫ്രണ്ട് ഹാൻഡിലും ഞാൻ തന്നെ ഇടാൻ. അങ്ങനെ ഇട്ടിട്ടുള്ളതാണ് ഈ ഫ്രണ്ട് ഹാൻഡിൽ എന്ന് പറഞ്ഞത്. എനിക്ക് രണ്ടും ഇഷ്ടമായി. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മാൻ്റെ കയ്യിലും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല. 2025 എൻ്റെ കാക്കാൻ്റെ കല്യാണം മുതൽ എല്ലാ ഫങ്ഷനും തൊട്ട് കഴിഞ്ഞ ചെറുപെരുന്നാൾ വരേക്കും ഞാൻ ഓർഗാനിക് മെഹന്തി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഇതിന് എനിക്ക് ഓർഗാനിക് മെഹന്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആരും കൊടുന്നു തരാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മെഹന്തി ഇടണമല്ലോ എന്നുള്ള എനിക്ക് ഈ മെഹന്തി ഈദിനിടാന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഇതാണ്. ഈ മെഹന്തി ഇടുമ്പോഴാണ് ഈദാണ് എന്നുള്ളൊരു ഇത് നമുക്ക് മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയെങ്കിലും ഒരു മെഹന്തി വാങ്ങിയിട്ട് ഇടാച്ചിട്ടാണ് ഇട്ടത്. പക്ഷേ കുറച്ചധികം കാലമായി ഞാൻ ഈ ഒരു മെഹന്തി തൊട്ടിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ഒരു പെർഫെക്ഷൻ്റെ ഒക്കെ ഒരു കുറവ് തോന്നി. എന്നാലും വേണ്ടിയില്ല, മെഹന്തി ഇടാന്നുള്ള രീതിക്ക് ഞാൻ ആ മെഹന്തി കൊണ്ട് തന്നെ ഇട്ടു. എനിക്കെപ്പോഴുള്ള പ്രശ്നമാണ് ഈ മെഹന്തി ഇടാൻ ടൈമിലായിരിക്കും ഈ ഡിസൈൻസൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻസ് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം കുറേ ടൈമാവും. എന്നിട്ട് ഇന്ന് ആ കുട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഈ മെഹന്തി ഇടുന്ന ദിവസം. അപ്പോൾ ഞാൻ അങ്ങനെ നേരത്തൊക്കെ ഞാൻ നിസ്കരിച്ചു ഇതൊക്കെ ഇടാൻ ഇരുന്നു. പക്ഷേ മെഹന്തി ഡിസൈൻ നോക്കിക്കാണ്ട് പകുതി സമയം എങ്ങോട്ട് പോയിന്നറിയില്ല. ഒരു 10 മണി ആവാൻ നേരത്താണ് ഞാൻ ഈ മെഹന്തിയൊക്കെ പിന്നെ ഇടുന്നത്. അപ്പം ഈ ബാക്ക് ഹാൻഡും ഫ്രണ്ട് ഹാൻഡും ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള മെഹന്തി ഡിസൈൻ തന്നെയാണ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്ര ടൈം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് നേരം വൈകി. പിന്നെ വേഗം ഉറങ്ങണമല്ലോ, രാവിലെ എണീക്കാനുള്ളതായതുകൊണ്ട് തന്നെ അങ്ങനെ വേഗം മെഹന്തിയൊക്കെ ഇട്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മെഹന്തി ഡിസൈൻ? പിന്നെ ഈദ് ഡേ ആയിരുന്നു. അന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ കുട്ടീനെ നിങ്ങൾ തലേ ദിവസം കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ പടക്കം പൊട്ടിച്ചപ്പോൾ പേടിച്ച് പാഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ ഉള്ള കുട്ടിയായിരുന്നു. ആ കുട്ടി രാവിലെ എണീച്ചപ്പോൾ ഞാൻ കൈ വെള്ളത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞപ്പം ഓനക്കും കൈ ആക്കണം. അപ്പോൾ ഓൻ്റെ കൈ ഞാൻ കുറച്ച് നേരം മഴവെള്ളത്തിൽ തട്ടിച്ചതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇതേപോലെ ചട്ടിപ്പത്തിരി ആയിരുന്നു. നോർമലി നമ്മളെ വീട്ടിൽ ഈദിന് ഇതേപോലെ ചട്ടിപ്പത്തിരി നെയ്യപ്പൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ചട്ടിപ്പത്തിരി ഞാൻ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ആസ് യൂഷ്വൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഡ്രസ്സും സാധനങ്ങളൊക്കെ സെറ്റാക്കി നമുക്കൊന്ന് റെഡി ആവണം. അങ്ങനെ അതൊക്കെ സെറ്റായതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഒരു ഈദ് നമസ്കാരം ഉണ്ടല്ലോ. അപ്പോൾ അത് നിസ്കരിച്ചിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കണതിൻ്റെ ക്ലിപ്സ് ഒന്നും ഇല്ലേനു. ആ ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ്. പിന്നെ നമ്മൾ പായസം കുടിച്ചു, ഐസ്ക്രീം തന്നു. പിന്നെ വൈകുന്നേരം ഉറങ്ങി നല്ല അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു പുഡിങ് കഴിച്ചു. പിന്നെ നമ്മൾ ഒരു 6:30 ആ ടൈമിൽ ഉമ്മാൻ്റെ അടുക്ക് പോയി. അപ്പോൾ ഉമ്മാൻ്റെ നാട്ടിൽ കളിയാട്ടമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പകുതിക്ക് വെച്ച് നടന്നു പോന്നു. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് പിറ്റേ ദിവസം രാവിലെ മരത്തുനിന്ന് ഒരുപാട് ചാമ്പൊക്കെ എടുത്തിട്ട് അതൊക്കെ മുൻപൊടി കൂട്ടി തിന്നു. ഞാൻ തിന്നിട്ടില്ല കേട്ടോ, ഞാൻ മൊത്തം അരിഞ്ഞു കൊടുത്തു, ഓരെല്ലാവരും തിന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി കളയാട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. പിന്നെ അവിടുന്ന് വേഗം പോന്നു. പിന്നെ രാത്രിയാണ് നമ്മൾ ഇറങ്ങിയത്. എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികൾക്കുള്ള കുറച്ച് ഇതേപോലത്തെ പമ്പരങ്ങളൊക്കെ വാങ്ങി. ഇടയിൽ നിന്ന് ഒരു ഐസ്ക്രീമും ഇതേപോലെ ഉപ്പിലിട്ട് നിന്നു. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ മയിലിനെ കണ്ടു ഗൈസ്. അതും ആൺമയിലെ പീലൊന്നും വിടർത്തിയിട്ടില്ല, പക്ഷെ അത്യാവശ്യം നല്ല പീലുണ്ടായിരുന്നു. അതിനെ കുറച്ച് അധികം നേരം കണ്ട് കുറച്ച് നേരം നമ്മളെ വീട്ടിലോട്ട് സഞ്ചി ബാഗൊക്കെ ആയിട്ട് നമ്മൾ വേഗം പോവുകയാണ്. അപ്പം അവിടുന്ന് പോകുമ്പോഴുള്ള കുറച്ച് ക്ലിപ്സുകളാണ് ഇതൊക്കെയെന്ന് പറഞ്ഞത്. കളയാട്ടൊക്കെയാണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള നല്ല രസമുണ്ടായിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം ഇതേപോലെ ഒരു ബ്ലൂബെറി ഐസ്ക്രീം നിന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ച് പിസ്ത കഴിച്ചു. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കളയാട്ടൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന്. കളയാട്ടം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് അവിടെ നമ്മൾ ഇതേപോലെ ഒരു ചെടി വാങ്ങി.
പിന്നെ എനിക്ക് ആവശ്യമുള്ളതും ഉമ്മാക്ക് ആവശ്യമുള്ളതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അവിടെ നമ്മൾ പോകുന്നതിൻ്റെ ശേഷം ഇതേപോലെ ഒരു ബർഗറും പിന്നെ ഒരു ഇളനീർ ജ്യൂസും കുടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നടക്കണതിനിടയിൽ ഇതേപോലെ ഒരു കുഴപ്പം നിന്ന്. അപ്പോൾ നമ്മൾ ഈദിൽ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈദ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.